ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ജനന തീയതിയും സമയവും ഉപയോഗിച്ച് ജ്യോതിഷപ്രകാരം നടത്തുന്ന പ്രവചനങ്ങൾ ചിലരുടെ കാര്യത്തിൽ സത്യമാകാറുമുണ്ട്. എന്നാൽ ചിലരെ ഈ ഫലങ്ങൾ അതൃപ്തിപ്പെടുത്താറാണ് പതിവ്. അപ്പോൾ ജ്യോതിഷത്തിൽ ചിലരുടെ പ്രവചനങ്ങൾ ശരിയാവുകയും ചിലരുടേത് തെറ്റാവുകയും ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട തിയറിയാണ് ഈ പ്രവചനത്തെ സാധൂകരിക്കാനായി മനഃശാസ്ത്ര വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. അമേരിക്കയിലെ ഒരു പ്രശസ്ത ഷോമാനും പൊളിറ്റീഷ്യനുമൊക്കെ ആയിരുന്ന ഒരു വ്യക്തിയുടെ പേരിലാണ് ഈ തിയറി അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് PT ബർണം. ജ്യോതിഷത്തിലെ പ്രവചനങ്ങളുടെ പിന്നിലുള്ള സത്യാവസ്ഥ ശാസ്ത്രീയമായി വിവരിക്കാൻ ബർണം ഇഫക്റ്റ് എന്താണ് എന്നറിയേണ്ടതുണ്ട്. ബർണം ഇഫക്റ്റ് ഒരു പരീക്ഷണമാണ്. 1948 ആദ്യമായി ഈ പരീക്ഷണം നടത്തിയ വ്യക്തി അമേരിക്കൻ സൈക്കോളജിസ്റ്റായ പ്രൊഫസർ ബർട്രാം R. ഫോറർ ആണ്. അതിനാൽ ഫോറർ ഇഫക്റ്റ് എന്നും ഇതിനൊരു പേരുണ്ട്. തൻ്റെ വിദ്യാർത്ഥികളുടെ സഹായത്തോടെയാണ് ഫോറർ ഈ പരീക്ഷണം നടത്തിയത്. തൻ്റെ 39 വിദ്യാർത്ഥികൾക്കിടയിൽ അദ്ദേഹം ഡയഗ്നോസ്റ്റിക് ഇൻട്രസ്റ്റ് ബ്ലാങ്ക് എന്ന് വിളിക്കുന്ന ഒരു മനഃശാസ്ത്ര പരീക്ഷണം നടത്തുകയുണ്ടായി. വിദ്യാർത്ഥികൾ ഓരോരുത്തരുടെയും സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഫലമാണ് പരീക്ഷണത്തിനൊടുവിൽ ലഭിക്കുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തരുടെയും വ്യക്തിഗത വിവരങ്ങൾ അടങ്ങിയ അന്തിമ ഫലം അദ്ദേഹം നൽകി. അവയെ വിലയിരുത്താനും പറഞ്ഞു. യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഒരേ പ്രവചന ഫലമാണ് അദ്ദേഹം നൽകിയിരുന്നത്. മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കാൻ ഇടവരും, ആത്മവിമർശനം നടത്തും, നിങ്ങളുടെ അറിയപ്പെടാത്ത കഴിവുകൾ പുറത്തു വരും എന്നിങ്ങനെ പലതും ഫോറർ വിദ്യാർത്ഥികൾക്ക് നൽകിയ പ്രവചന ഫലത്തിലുണ്ടായിരുന്നു. ശേഷം വിദ്യാർത്ഥികളോട് പ്രവചന ഫലം തങ്ങളുടെ വ്യക്തിത്വത്തോട് ചേർന്ന് നിൽക്കുന്നത് തന്നെ ആണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അങ്ങനെയുള്ളവർ കൈ ഉയർത്താനും അദ്ദേഹം പറഞ്ഞു. ആശയക്കുഴപ്പത്തിലായെങ്കിലും നിരവധി വിദ്യാർത്ഥികളാണ് ഫലം ശരിയാണ് എന്ന് കാണിച്ച് കൈ ഉയർത്തിയത്. പിന്നീട് അദ്ദേഹം പ്രവചന ഫലം ഓരോന്നായി വായിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു എല്ലാവർക്കും ലഭിച്ച ഫലം ഒന്നായിരുന്നു എന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായത്. ഇതിൽ നിന്നെല്ലാം പൊതുവായി പറയുന്ന വ്യക്തി വിവരങ്ങളുമായി മനുഷ്യർക്ക് അതിവേഗം താദാത്മ്യം പ്രാപിക്കാൻ കഴിയും എന്ന് ഫോറർ മനസ്സിലാക്കി. വ്യക്തികളുടെ സ്വഭാവം സവിശേഷതകളാൽ നിറഞ്ഞതാണ്. അവ ഓരോന്നും എല്ലാവരിലും കാണാവുന്നതുമാണ്, വ്യത്യസ്ത അളവുകളിലാണ് എന്ന് മാത്രം. ഇങ്ങനെയാണ് ഫോറർ തൻ്റെ നിരീക്ഷണം രേഖപ്പെടുത്തിയത്. ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നായി സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ബർണം ഇഫക്റ്റിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മൾ ഒരുപാട് തരം വീഡിയോസാണ് കാണുന്നത്. ADHD, OCD, ഓട്ടിസം, ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ അവസ്ഥകളെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ കാണുന്ന കണ്ടന്റുകളിൽ ചർച്ച ചെയ്യുന്ന ലക്ഷണങ്ങൾ പലർക്കും സ്വന്തം അനുഭവങ്ങളായി തോന്നിയേക്കാം. സാധാരണമായി മനുഷ്യർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഡിപ്രഷൻ്റെയും OCDയുടെയും തുടക്കമാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത്തരം കണ്ടന്റുകൾ നയിക്കുകയും ചെയ്യുന്നു. പത്രങ്ങളിലും മാസികകളിലും കാണുന്ന ഡെയിലി ഹൊറോസ്കോപ്പ് റീഡിംഗ്, കൈനോട്ടം, ഓൺലൈൻ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നിവയെല്ലാം ബർണം ഇഫക്റ്റ് ട്രിഗർ ചെയ്യുന്ന പൊതുവായ പ്രവചനങ്ങളാണ് എന്ന് നമുക്ക് കാണാം. ഇത്തരം പ്രവചനങ്ങൾ മുൻനിർത്തി എന്തെങ്കിലും തീരുമാനമെടുക്കും മുമ്പ് ഒന്നുകൂടി ചിന്തിക്കണം. ആവശ്യമില്ലാത്ത പലതും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ അത് നമ്മളെ സഹായിക്കും.